നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം തെളിയാൻ ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. ഇന്നലെ തന്നെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന എല്ലാം കഴിഞ്ഞു. പത്രികകൾ പിൻവലിക്കുന്ന സമയം അല്ലെങ്കിൽ പിൻവലിക്കാൻ കഴിയുന്ന സമയം നാളെ അവസാനിക്കുകയും ചെയ്യും. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. കോട്ടയം ജില്ലയിലാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് മത്സര ചിത്രത്തിന്റെ വ്യക്തത നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. അതേപോലെ കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയനും ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ നൽകാൻ വർഷ ഗിരീഷും തത്സമയം ചേരും. ആദ്യം ഷെഫീദിലേക്ക്. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് രംഗം നാളെ കൊണ്ട് കുറച്ചുകൂടി വ്യക്തത കൈവരും. എന്നാലും കുറേയേറെ മണ്ഡലങ്ങളിലെങ്കിലും വ്യക്തത കൈവന്നു കഴിഞ്ഞു. എന്താണ് പൊതുവെയുള്ള ചിത്രം? ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആർമി. ഉറപ്പായിട്ടും കാരണം ഈ ഉറപ്പായിട്ടും അതായത് നമുക്ക് നാളെ കൊണ്ട് ആരൊക്കെ ആയിരിക്കാം, ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആർക്കൊക്കെ വിമതശല്യം ഉണ്ടാക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം അറിയാൻ കഴിയുക. അതിന്റെ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ നാളെ കൊണ്ട് പൂർത്തിയാകും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്നലെ വരെ 1748 നാമനിർദ്ദേശ പത്രികകൾ അംഗീകരിച്ചു. നമുക്കറിയാം പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെയും പത്രികകൾ എതിർ കക്ഷികളുടെ പരാതിയിൽ വിവാദത്തിൽപ്പെട്ടെങ്കിലും കമ്മീഷൻ അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാന്റെ ഒരു സെറ്റ് പത്രിക തള്ളിയപ്പോൾ വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തിയ ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ നമ്മൾ കണ്ടു. B ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 140 മണ്ഡലങ്ങളിലായി 1252 സ്ഥാനാർത്ഥികൾ 2117 പത്രികകളാണ് സമർപ്പിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതിനിടെയാണ് രാഷ്ട്രീയ രംഗം വിവാദങ്ങളും അതേപോലെ തന്നെ ചർച്ചകളുമായി ചൂടുപിടിക്കുന്നതിനൊപ്പം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം സംസ്ഥാനത്തേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധി എത്തുന്നു. അതിന് പിന്നാലെ ബി ജെ പി ക്യാമ്പിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്ന് കോട്ടയം കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പര്യടനം തുടരുകയാണ്. ഏപ്രിൽ 3 വരെ മുഖ്യമന്ത്രി പല വിധത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യും. ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. താങ്ക് യു ഷെഫീദ് റാവുത്തർ. ബിപിൻ, ഈ കൊച്ചി നമ്മുടെ മധ്യ കേരളത്തിൽ പൊതുവെ 3 മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ എത്രമാത്രം ശക്തമാണ്? മുന്നണികളുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? തന്ത്രങ്ങൾ ഗുഡ് മോർണിംഗ് SKN. ഇതാ കൊണ്ടുപിടിച്ച പ്രചാരണം ഓരോ മുക്കിലും മൂലയിലും തന്നെ നടക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സൂക്ഷ്മ പരിശോധന പൂർത്തിയായിരിക്കുന്നു. നാളെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയിലേക്ക് കടക്കുകയാണ്. മധ്യ കേരളത്തെ സംബന്ധിച്ച് കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റജി ചെറിയാന്റെ സൂക്ഷ്മ പരിശോധനയിലെ ഒരു വിശദ പരിശോധന അത് ഇന്ന് നടക്കും. 2 കേസുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വിശദ പരിശോധനയ്ക്കായി അത് മാറ്റിവെച്ചിരിക്കുന്നത്. മറ്റെല്ലായിടത്തും സൂക്ഷ്മ പരിശോധന കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ പരമാവധി രംഗത്തിറക്കി ഇനിയുള്ള 15 ദിവസങ്ങൾ കളം പിടിക്കുകയാണ് 3 മുന്നണികളും. ഇന്ന് കോട്ടയത്താണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയുള്ളത്. വൈകിട്ട് 6 മണിക്ക് ജോസ് കെ മാണിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പാലായിലേക്ക് എത്തും. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാവും. അങ്ങനെ ഓരോ ദൈനംദിന ദിവസങ്ങളിലും വികസനത്തെ സംബന്ധിച്ചും ഒപ്പം തന്നെ അന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലും മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞുകൊണ്ട് എല്ലാ ജില്ലയിലേക്കും എത്തുന്നു എന്നുള്ളതും സവിശേഷമായ കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ കളമശ്ശേരി മണ്ഡലത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. എങ്ങനെയുണ്ട് ഇലക്ഷന്റെ ഒരു ചൂടൊക്കെ? ഇലക്ഷന്റെ ചൂട് ഒന്നും നോക്കാനില്ല. ഇവിടെ രാജീവ് ജയിക്കും 100% രാജീവ് ജയിക്കും. വൻ പ്രചാരണമാണ്. അതെ, പിന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ പ്രത്യേകത അറിയാമോ? ഞങ്ങളുടെ ഈ ഉളിയനൂർ കുഞ്ഞുണിക്കര കളമശ്ശേരി മണ്ഡലം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആലുവയാണ് അല്ലേ? അവിടെ അതുകൊണ്ട് ആരിഫ് വന്നേക്കണ ആരിഫും ജയിക്കും. ഒന്നും നോക്കാം. ആലുവ വെച്ചിട്ടുണ്ടെങ്കിൽ 25 കൊല്ലം കൊണ്ട് മമ്മാലി ഭരിച്ച് ആലുവ നശിപ്പിച്ച് 15 കൊല്ലം കൊണ്ട് മറ്റേ ഇയാൾ അൻവർ സാദത്തും വന്ന്. അങ്ങനെയാണോ കാര്യങ്ങൾ? അങ്ങനെയാണോ? അതൊക്കെ പുള്ളിയുടെ ഒരു വർത്താനല്ലേ. ഞങ്ങളല്ലേ പറയാം. ഇത്തവണ എന്തായാലും റെഡി ആയിരിക്കും. എന്തായാലും പോകാം. ആലുവയ്ക്ക് വികസനം ഉണ്ടായിട്ടുണ്ടോ ചോദിക്കുന്നത്. ആലുവയിലാണ്. പോയി നോക്കിയാൽ ശിവരാത്രിയാണ് പുറത്ത് എത്രയോ വികസനങ്ങൾ ഇവിടെ ഉണ്ടാക്കായിരുന്നു. ഇപ്പോൾ തന്നെ ഈ നിങ്ങളിപ്പോൾ വന്നേക്കണ ഈ പാലമില്ലേ, ഈ പാലത്തിൻ്റെ ഇപ്പുറ സൈഡ് ടൈലൊക്കെ വിരിച്ചിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ആളുകൾക്ക് വണ്ടി ഓടിക്കാം, വലിയ ഹെവി വണ്ടികൾ വരെ ഓടിക്കാം. നേരെ തൊട്ടപ്പുറം കാരത്തൂടെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ടൈലൊക്കെ വിരിച്ചിട്ട് നല്ല രീതിയിലേക്ക് ആലുവയിലെ പകുതി ബ്ലോക്ക് മാറും. ഇന്ന് വരെ ആലുവയിലെ ബ്ലോക്ക് മാറാത്ത എന്താന്ന് അൻവർ സാദാത്തിന് പോലും അറിയില്ല. മാറ്റാൻ UDF വരുമോ? എന്താ അവസ്ഥ? ഇത്തവണ മൊത്തത്തിൽ UDF വരൂലേ? പിന്നെ LDFന് എന്താ ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്നത്? LDFന് നെഗറ്റീവ് ഇപ്പൊ കാണാൻ പാടില്ല. ഇപ്പൊ തന്നെ ഇന്നലെ വന്നേക്കാൻ കണ്ടില്ലേ 11 ലക്ഷം രൂപയുടെ ഒരു ചർച്ച ചെയ്തതിന് 11 ലക്ഷം രൂപ. മോഹൻലാലിന്റെ ചർച്ച ചെയ്തതിന് ഇതിന്
അപ്പൊ അതൊക്കെയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആണല്ലേ? പിന്നെ വൻ വിജയം ഉണ്ടാവും. പിന്നെ ഭയങ്കര വിജയം. കുന്നോളം ആഗ്രഹിക്കുവാണോ? പിന്നെ അവരാഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, പക്ഷെ ഇത് വരാൻ പോണില്ല. ഇവിടെ LDF തുടർഭരണം വരും, നിങ്ങൾ 100% നോക്കിക്കോ. LDF ഇവിടെ വരുന്ന 100 സീറ്റ് നേടുന്നാണ് ചേട്ടാ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു 100 സീറ്റ്. അതൊക്കെ ഓക്കെയാണെന്നേ. പ്രതിപക്ഷം അത് കണ്ടില്ലേ, പ്രതിപക്ഷത്തിന്റെ വരവ് കണ്ടില്ലായിരുന്നോ? അപ്പൊ മുഖ്യമന്ത്രി എല്ലായിടത്തും രംഗത്തുണ്ട്. മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് മറുപടി പറയാം. എന്നാ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ? പറയാൻ വാക്കുകളില്ല. ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്, പറഞ്ഞാൽ തീരാത്ത അത്രയും വാക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ ഈ LDFന്റെ തുടർ ഭരണം നിങ്ങൾ കണ്ടു, ആസ്വദിച്ചോ? News 24 ഒക്കെ വീണ്ടും ഈ രാജീവിനെ കാണാൻ ഇവിടെ തന്നെ വരും, അല്ലെങ്കിൽ അടുത്ത കളമശ്ശേരി മണ്ഡലത്തിലെ ഏതെങ്കിലും സ്പോട്ടിൽ വരും. ലാൽ സലാം സഖാവേ. യെസ്. അപ്പോൾ SKN ഇതാണ്, രണ്ടാൾ ചേരുന്നിടത്തൊക്കെ രാഷ്ട്രീയമാണ് ചർച്ച. ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും മുക്കിലും മൂലയിലും ഇതാ രാവിലെ ഇപ്പോൾ 7:30 ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടേക്ക് ഉണർന്നു കഴിഞ്ഞു. ഇത് ഉളിയന്നൂർ എന്നുള്ളൊരു പ്രദേശമാണ്. ഇവിടേക്ക് ഉണർന്ന് ആ ഒരു രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട്. ഈ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. SKN താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് വിപിൻ സി വിജയനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.